ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് കൂടാനായിട്ട് പോകണം കേട്ടോ. കസിൻ എന്ന് പറയുമ്പോൾ മമ്മിയുടെ അനിയത്തിയുടെ മോളാണ്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻ്റ് ആണ് 4-ാം തീയതി. അപ്പോൾ അതിനായിട്ട് തലേദിവസം ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. മധുരം വെപ്പ് ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ്. അതിന് മുമ്പായിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി. മധുരം വെക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പെണ്ണിന് മധുരം വെക്കുകയുള്ളൂ. ഈ എൻഗേജ്മെൻറ്റിന് തലേദിവസമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ മധുരം വെപ്പ് ഇച്ചിരി ഫംഗ്ഷനായിട്ട് തന്നെ വെക്കും. കാരണം നമുക്കിവിടെ ഒത്തിരി ആളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് കേട്ടോ നടത്തിയത്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മധുരം വെപ്പിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ മധുരം വെക്കാൻ പോയപ്പോൾ പെണ്ണിനെ കാണുന്നില്ല. അപ്പോഴത്തേനും വേഗം മൈക്കിൽ കൂടെ വിളിച്ച് വരുത്തുക കേട്ടോ ചെയ്തത്. അവളാകെ പേടിച്ച് മാറി മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ബ്രൈഡ് സ്റ്റേജിലോട്ട് എത്തി കേട്ടോ. പൊന്നു എന്നാട്ടോ വീട്ടിൽ വിളിക്കുന്ന ശരിക്കുള്ള പേര് ബെൻസി എന്നാണ്. പിന്നെ മധുരം വെക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കേക്ക് കൊണ്ടുവന്ന് വെച്ചത്, അതായത് എൻ്റെ ചേട്ടായിയുടെയും അനിയൻ്റെയും ബർത്ത്ഡേ ഒരു ദിവസമുണ്ട്. ജനുവരി 2-ാം തീയതിയാണ് ബർത്ത്ഡേ. 2 പേർക്കും ഒരുമിച്ചാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. എല്ലാ കൊല്ലം ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. മമ്മിയുടെ ചേച്ചിയുടെ മോനും മമ്മിയുടെ അനിയത്തിയുടെ മോനും. അപ്പം ആദ്യം കേക്ക് കട്ട് ചെയ്തതിന് ശേഷം മധുരം വെക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു കേട്ടോ. എൻ്റെ കല്യാണത്തിന് ശേഷം അടുത്തത് ഫംഗ്ഷൻ ഈ കല്യാണം കേട്ടോ. അതായത് അനിയത്തീൻ്റെ കല്യാണമാണ്. ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ, മമ്മിയുടെ ഫാമിലിയിലെ ഫംഗ്ഷനാണ് കേട്ടോ ഇത്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്തത് മധുരം വെക്കുന്ന ചടങ്ങ് കേട്ടോ. മധുരം വെക്കുന്ന ഇവിടെ തക്കാളിയും തേങ്ങയും പഞ്ചസാരയും, തക്കാളി ചുമ്മാ ഡെക്കറേഷനായിട്ട് വെച്ചു, പിന്നെ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ടാണ് വെച്ചത്. മധുരം വെക്കുന്നത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയാട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഇതിൽ വരുന്നത്. അപ്പം വല്യമ്മയും വല്യപ്പയാട്ടോ പൊന്നൂന് മധുരം വെക്കുന്നത്. മധുരം വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് മധുരം വെക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ മധുരം വെക്കുന്നത്. നമ്മുടെ പൊന്നുമോക്ക് മധുരം കൊടുക്കാൻ പോവാണേ. മധുരം കൊടുക്കട്ടെ. കേട്ടില്ല. മധുരം കൊടുക്കട്ടെ. കേട്ടില്ല. അവർ രണ്ടുപേരും മധുരം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും പോയിട്ട് ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും അമ്മയ്ക്കും കസിൻസിനും എല്ലാവർക്കും കൊണ്ടുപോയിട്ട് പിന്നെ മധുരം വെക്കാം കേട്ടോ. മമ്മിയുടെ വീട്ടിൽ 4 പെൺമക്കളാണ് കേട്ടോ. മമ്മിക്ക് ഒരു ചേച്ചിയും 2 അനിയത്തിമാരും കേട്ടോ. മമ്മി 2-ാമത്തെ ആളാണ്. ഇപ്പോൾ 3-ാമത്തെ ആൻറ്റീൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആട്ടോ നടക്കുന്നത്. ഇവരുടെ പേര് തന്നെ നല്ല രസമാണ് കേട്ടോ കേൾക്കാൻ. വിൻസി, ഡെൻസി, ജാൻസി, പ്രിൻസി. നല്ല രസമല്ലേ കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഈ CY വരുന്നതുകൊണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. പിന്നെ നമ്മുടെ അമ്മച്ചി മരിച്ചു പോയി. അപ്പച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം.
അങ്ങനെ എല്ലാവരും പൊന്നൂന് മധുരമൊക്കെ വെച്ചു, പ്രസൻറ്റേഷനും കാര്യങ്ങളും കൊടുക്കാനുള്ളവരൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനാട്ടോ പോയത്. ഫുഡ് കഴിച്ചിട്ടാണ് എല്ലാവരും ഞങ്ങൾ അങ്ങനെ ഡാൻസ് കളിക്കും ഇങ്ങനെ ഡാൻസ് കളിക്കും എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മിയുടെ വീട് പുൽപ്പള്ളി ഇർളത്താണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇർളത്തെ വീട് എന്നാട്ടോ പറയാറ്. പൊതുവേ അമ്മമാരുടെ വീട്ടിലോട് കുറച്ച് താല്പര്യം കൂടുതലായിട്ട് എനിക്കങ്ങനെ കേട്ടോ. അമ്മ വീടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പപ്പേൻ്റെ വീട് ഇഷ്ടമല്ല എന്നല്ല, പിന്നെയും കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ഇങ്ങോട്ടാണ്. കാരണം ഞങ്ങൾ വെക്കേഷന് വരുമ്പോൾ നിൽക്കുന്നതും കുറേ ദിവസം നിന്ന് എല്ലാവരും കസിൻസ് എല്ലാവരും കൂടെ കളിക്കുന്നതൊക്കെ എല്ലാം കൂടെ ഇവിടെ നിന്നാട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾ 3 പേര്, അതായത് എൻ്റെ ചേച്ചി, എൻ്റെ 2 ചേച്ചിമാരും ഞങ്ങളെല്ലാവരും മധുരം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി അടുത്ത ഡാൻസ് കളിച്ച് അടിപൊളിയാക്കണമല്ലോ. ആദ്യം മോനൂട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെയും കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ചുമ്മാ കിടന്ന് കളിക്കുക, അല്ലാണ്ട് വേറെ ജസ്റ്റ് പഠിച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പാട്ട് വെക്കുക, കളിക്കുക, അതാ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് മെയിൻ പരിപാടി ഡാൻസിലോട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും. കാരണം എന്തെങ്കിലുമൊക്കെ അല്ലേ ഇങ്ങനത്തെ ഓരോ ഫംഗ്ഷൻസ് നമ്മുടെ ഫാമിലി എല്ലാവരും ഒത്തുചേരുമ്പോഴല്ലേ എല്ലാം ഭംഗിയാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചുമ്മാ ഓരോ പാട്ടിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചു. പിന്നെ വാവേനേം കൊണ്ട് വന്നുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു, കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് നല്ല ഉറക്കം വന്ന് ഞാനൊരു തൊട്ടിയൊക്കെ സെറ്റ് ചെയ്ത് അകത്ത് കിടത്തിയിട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് കളിച്ചാലും ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നുണ്ടായിട്ട് എണീക്കുന്നുണ്ടോ എന്ന്. ഞങ്ങൾ ഏത് പാട്ടിട്ടാലും ഇച്ചിരി നേരം കഴിക്കും. പിന്നെ പറയും ഇതൊരു രസമല്ലേ, ഒരു ഗുമ്മ് പാട്ട്. അന്നാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് മര്യാദയ്ക്ക് പാട്ട് പോലും കിട്ടുന്നില്ല കേട്ടോ. ഈ പാട്ട് വേണ്ട, ഇതൊരു രസമല്ല, ഇച്ചിരി നേരം കളിക്കും പിന്നെ നിർത്തും. ഇത് തന്നെയായിരുന്നേ. മര്യാദയ്ക്ക് പാട്ടൊന്നും സെറ്റാകത്തോണ്ട് ഞങ്ങൾ കുറച്ച് നേരം കളിക്കും നിർത്തും തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ മീക്കുട്ടിക്കൊക്കെ ഏത് പാട്ടിട്ടാലും അതിനൊപ്പം നിന്ന് കളിച്ചോളൂ, അവർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേന് ഡാൻസ് കുറച്ച് നേരം കളിച്ചിട്ട് എല്ലാവരും പോയി കിടന്നു കേട്ടോ. കാരണം രാവിലെ നേരത്തെ എണീറ്റ് നമുക്ക് പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് 11 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് കേട്ടോ പള്ളിയിൽ പരിപാടി. അപ്പോൾ പള്ളിയിൽ പോകാനുള്ളതുകൊണ്ട് ഏകദേശം എല്ലാവരും വേഗം പരിപാടി കഴിഞ്ഞ് കയറി കിടന്നു കേട്ടോ. ഇത് എൻഗേജ്മെൻ്റ് അന്ന് രാവിലെ എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിച്ചൊക്കെ ആട്ടോ നമ്മൾ ഇറങ്ങിയത്. പിന്നെ സ്തുതി കൊടുക്കലും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പെണ്ണിനെയും കൊണ്ട് നേരെ പള്ളിയിലോട്ട് പോയി കേട്ടോ.
ഞങ്ങളെല്ലാവരും വണ്ടി വന്നപ്പോൾ നേരെ പള്ളിയിലോട്ട് പോയിട്ടോ. പിന്നെ എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല, കാരണം വാവയുടെ മാമോദീസ കഴിഞ്ഞിട്ടില്ല കേട്ടോ. 90 കഴിഞ്ഞ്, പക്ഷേ വാവയുടെ മാമോദീസ കഴിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് മാമോദീസ കഴിഞ്ഞിട്ടാണ് വാവനെ പള്ളി കയറ്റുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിൽ നിന്നിട്ട് എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ കണ്ടു. ഇതാട്ടോ മമ്മിയുടെയൊക്കെ ഇടവകപ്പള്ളി, പാമ്പ്രപ്പള്ളി എന്ന് പറയും. പക്ഷെ ഇവിടെ രാത്രി ടൈമിലൊന്നും വരാൻ പറ്റില്ല, കാരണം നല്ല ആനശല്യമൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി ഒന്നും വരാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഓഡിറ്റോറിയത്തിലല്ല പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്, വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ പരിപാടി എല്ലാം ചെയ്തത്. പിന്നെ എൻഗേജ്മെൻറ്റ് പെട്ടെന്ന് കഴിഞ്ഞു, പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പള്ളിയിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം പള്ളിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഫോട്ടോസൊന്നും എടുക്കാനും പറ്റില്ല, കാരണം വാവ ഇച്ചിരി കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും അവൻ ചുമ്മാ ഗിറ്റാറൊക്കെ എടുത്ത് വായിച്ച് വാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരോടാണ് വർത്താനം, ജഡ്ജിമാരോട്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.